കാട്ടാക്കട മാതാ കോളേജിൽ പുതിയ ബാച്ചിന് സ്വീകരണം നൽകി. വിവിധ വിഭാഗങ്ങളിലായി നിരവധി കുട്ടികളാണ് മാതാ കോളേജിൻ്റെ ഭാഗമാകുന്നതിനായി എത്തിയത്. കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം രാധിക ടീച്ചർ മുഖ്യ അതിഥിയായിരുന്നു. മാതാ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ജിജി ജോസഫ്, ഡോക്ടർ ജ്യോതിഷ് സുഭാഷ്, ജ്യോതിക സുഭാഷ്, പ്രിൻസിപ്പൽ ഗായത്രി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ഇവിടെ നിങ്ങൾ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷകർത്താക്കൾക്കും അഭിമാനിക്കാം. കാരണം ഒരു മെഡിക്കൽ ഫെസ്റ്റ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഈ ലിയ കൺവെൻഷൻ സെൻ്ററിൽ ചേർന്നു. അന്ന് എനിക്ക് പങ്കെടുക്കാൻ ഇട വന്നു. പക്ഷേ അവിടുത്തെ തിരക്ക് കാരണം എനിക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല.
പക്ഷേ വേറിട്ടൊരു പരിപാടിയാക്കി. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് മലയാളികൾക്ക് മാത്രമല്ല, രാജ്യത്തിനകത്തെ ആളുകൾക്കും രാജ്യത്തിന് പുറത്തുള്ളവർക്കും എങ്ങനെയാണ് ഒരു കോളേജിലെ പ്രധാനപ്പെട്ട പ്രവർത്തകർ ഒത്തുചേർന്ന് ഇത്തരത്തിലുള്ളൊരു മെഡിക്കൽ ഫെസ്റ്റ് നടത്താൻ കഴിയുക എന്നത് ആശ്ചര്യപ്പെടുത്തുകയാണ്. ഇതൊരു പൂന്തോട്ടമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ മറ്റ് ക്യാമ്പസുകളിൽ പോയാൽ ക്യാമ്പസിനകത്ത് ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ക്യാമ്പസുകൾ കേരളത്തിലുണ്ട്. പക്ഷെ ഇവിടുത്തെ ക്യാമ്പസിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇത് ക്യാമ്പസ് നിങ്ങൾക്ക് വളരെ സൂക്ഷ്മമായി രക്ഷകർത്താക്കൾക്ക് അയക്കാൻ കഴിയുന്ന ഒരു ക്യാമ്പസാണ്. ഇവിടെ ഹോസ്റ്റൽ സംവിധാനമുണ്ട്, മറ്റ് ജില്ലകളിലെ കുട്ടികളുണ്ട്. അവർക്കിവിടെ മറ്റ് ഇതര പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് പൂർത്തിയാക്കി പോകാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, ഇവിടുത്തെ ഈ കോളേജിന്റെ പരിപാടികളിൽ ആദ്യമായി പങ്കെടുത്ത് ഈ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു ഗംഭീര ഒരു വിരുന്നെന്ന് തന്നെ പറയാം അല്ലേ, ആ പ്രോഗ്രാമിലായിരുന്നു പങ്കെടുത്തത്. ഞാൻ ആദ്യമായിട്ട് അതിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സാധാരണ ഒരു പ്രോഗ്രാം പോലെ 4 മണിയുടെ പരിപാടി 4 മണിക്ക് വന്നാൽ 5 മണിക്ക് ഇറങ്ങാം എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയായിരുന്നു ഞാൻ അന്ന് അവിടെ എത്തിയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് വലിയൊരു എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് തന്നെ അങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ 6:15 വരെ ഇരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് മറ്റൊരു പരിപാടി ഉള്ളത് കൊണ്ടാണ് മാമിനോട് പറയാതെ തന്നെ എനിക്ക് ഇറങ്ങേണ്ടി വന്നത്. കാരണം നല്ല തിരക്കായിരുന്നല്ലോ. എന്നാലും ഗംഭീരമായ പരിപാടി. ഗംഭീരമെന്ന് പറയാൻ കാരണം ഒരു പരിപാടി ഗംഭീരമാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒത്തിരി പേരുടെ എഫേർട്ട് ഉണ്ട്. ഞാൻ ജിജി ജോസഫ്. ഇന്ന് 2024 ബാച്ചിലെ ലാം ലൈറ്റിംഗ് സെറിമണി ആയിരുന്നു. അത് നമ്മുടെ കാട്ടാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ സാറും ജില്ലാ പഞ്ചായത്ത് അംഗം രാധിക ടീച്ചറുമാണെന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇതോടൊപ്പം തന്നെ പിള്ളേരുടെ നിരവധിയായ പ്രോഗ്രാമുകളും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കമ്പ്യൂട്ടർ ലാബിന്റെ ഇനാഗുറേഷനും ഇന്ന് ഇതോടൊപ്പം നടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ബാച്ചിലുണ്ടായിരുന്നത് ഡിപ്ലോമ ഡിഗ്രി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള MLTയുടെ BRIT DRIT ബാച്ചിലർ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. BOT ആൻഡ് AT സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ANM ബാച്ചിലുള്ള പിള്ളേരുണ്ടായിരുന്നു. കാർഡിയാക് കെയർ ടെക്നോളജി എന്നീ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആയിരുന്നു ഇന്ന് നമുക്കുണ്ടായിരുന്നത്. ഓറിയന്റഡ് ആയിട്ടുള്ള ജനറൽ നേഴ്സിംഗ് കൂടെ നമുക്കിവിടെ ഉണ്ടായിരുന്നു. അതിന്റെ സ്റ്റുഡൻസും ഇന്ന് ഞങ്ങളുടെ ഇനാഗുറേഷന് വന്നിട്ടുണ്ടായിരുന്നു.